മുഅ്മിനീങ്ങളെ, ഇന്ന് മുഹറം 8-ആണ്. നാളെ 9, മറ്റന്നാൾ 10. ഏറെ വില കൽപ്പിക്കേണ്ട ദിനരാത്രങ്ങൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നല്ല ആഫിയത്തോടെ റാഹത്തോടെ സ്വീകരിക്കുന്ന വിധം ഉപയോഗപ്പെടുത്താനുള്ളൊരു മനസ്സ്, തൗഫീഖ്, ആഫിയത്ത്, സാഹചര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടപ്പെട്ട എല്ലാവർക്കും ഇലാഹായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മറ്റ് നോമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ആശൂറയിന്റെ നോമ്പ് കുട്ടികളോട് പോലും പരമാവധി നോൽക്കാൻ, അവരെ നോൽപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ ഈ പറയുന്ന കാര്യം ഗൗരവമായി ശ്രദ്ധിക്കണം, ഇത് ഗൗരവമായി ഉൾക്കൊള്ളണം. അള്ളാഹു ഇതുകൊണ്ടൊക്കെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിജയവും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മാസത്തിന് വലിയ പ്രാധാന്യവും വലിയ പ്രസക്തിയുമുണ്ട്. കുട്ടികൾ പോലും ഞങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സഹാബിമാർ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു ദക്വാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അർസലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗദാത ആശൂറ ഇലാ ഖുറൽ അൻസാർ. അൻസാറുകളുടെ പ്രത്യേകമായ ഒരു ഗ്രാമത്തിലേക്ക് ആശൂറയിന്റെ അന്ന് രാവിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ അയക്കുകയാണ്. ഒരു മുഹറം 10 പ്രഭാതത്തിൽ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാറുകളുടെ ഒരു പട്ടണത്തിലേക്ക് ആളെ അയക്കുകയാണ്. എന്നിട്ടവരെ വിളിച്ചു കൂട്ടിയിട്ട് പറയാൻ ആവശ്യപ്പെട്ടതിങ്ങനെയാണ്, മന്നസ്ബഹ മുഫ്തിറാ ഫൽയുതിമ്മ ബഖിയത യൗമിഹി വമൻ നസ്ബഹ സായിമാ ഫൽയസും. ഈ പറഞ്ഞതിന്റെ പൊരുൾ നമ്മൾ ചിന്തിക്കണം. സത്യത്തിൽ മുഹറ നോമ്പ് ഫർളായിരുന്നു, നിർബന്ധമായിരുന്നു. ആശൂറയിന് മുഹറം 10 നോമ്പ് നോൽക്കൽ നിർബന്ധമായിരുന്നു. റമളാൻ നിർബന്ധമാക്കലോടുകൂടെ മുഹറം 10 നോമ്പ് നിർബന്ധമല്ലാതെയായി. മുഹറ മാസത്തെയും അതിന്റെ ആശൂറ നോമ്പിനെയും ആദരിക്കാത്ത ഒരു സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ പണ്ട് മുതലേ മുഹറം 10 നിർബന്ധമായും നോമ്പെടുത്ത് വന്നവരായിരുന്നു സഹാബിമാർ. അപ്പോഴാണ് റമളാനിലെ നോമ്പ് നിർബന്ധമായത്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മുഫ്തിറാ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. നോമ്പ് ഒഴിവാക്കിയവർ ആ നിലയിൽ തന്നെ ഈ ദിവസം പൂർത്തീകരിച്ചോളൂ. നിർബന്ധമൊന്നുമില്ല. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കലോടുകൂടെ മുഹറത്തിലെ നോമ്പ് നിർബന്ധമല്ലാതെയായിട്ടുണ്ട്. ഈ മുഹറം 10 നോമ്പ് നിർബന്ധമൊന്നുമില്ല. എന്നാൽ നോമ്പുകാരായി ആരൊക്കെ ഇന്ന് നിലകൊള്ളുന്നുവോ അവരാ നോമ്പിൽ തന്നെ നിലകൊള്ളേണ്ടതാണ്. ഇത് തുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷങ്ങളെ പൂർണ്ണമായും പൊറുപ്പിക്കുന്ന നോമ്പാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ഈ ഹദീസ് ഉദ്ധരിച്ച മഹദി റുബൈ ബിൻത് മുഅവ്വിദ് എന്നവർ പറയുന്നുണ്ട്, ഫകുന്നാ നസൂമുഹു ബഅദു. പിന്നെ ഞങ്ങൾ മുഹറം നോമ്പിന്റെ കാര്യത്തിൽ അശ്രദ്ധരാവാറില്ല, ഗൗരവത്തോടുകൂടെ ആ നോമ്പ് നോൽക്കും.
കേൾക്കണ്ട സഹോദര സഹോദരി, ഞങ്ങൾ നോൽക്കുമെന്ന് മാത്രമല്ല വനുസവ്വിമു സുബിയാനനാ, നോമ്പ് നോൽക്കാൻ കഴിയുന്ന ഞങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെയും മുഹറം 10 നോമ്പ് ഞങ്ങൾ നോൽപ്പിക്കുമായിരുന്നു. സുന്നത്തായ നോമ്പിന്റെ കാര്യത്തിൽ, മക്കളെ നോമ്പടിപ്പിക്കുന്ന വിഷയത്തിൽ മുഹറം 10 നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ മറ്റൊരു സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നില്ല. ആശൂറാ നോമ്പുണ്ടല്ലോ, മുഹറം 10 നോമ്പ് ഞങ്ങളുടെ മക്കളെ കൊണ്ടും ഞങ്ങൾ നോൽപ്പിക്കും. എന്നിട്ട് കേൾക്കി, അത്ര പ്രായമൊന്നുമില്ലാത്ത മക്കളെ കൊണ്ടുപോലും നോമ്പ് നോൽപ്പിച്ചിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ പറയാണ്, ഈ പരുത്തി കൊണ്ട് കളിപ്പാവ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഞങ്ങൾ കൊടുക്കും. എന്തിന്? ചെറിയ മക്കളല്ലേ, ഭക്ഷണത്തിന് വേണ്ടി അവര് കരയുമ്പോൾ എങ്ങനെയെങ്കിലും നോമ്പ് തുറക്കുന്ന സമയമാകുന്നത് വരെ ഈ കളിപ്പാവയിൽ ശ്രദ്ധിച്ച് ആ സമയം കഴിഞ്ഞു കിടക്കാൻ വേണ്ടി ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കമ്പിളി കൊണ്ട് പരുത്തി കൊണ്ട് കളിപ്പാവ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം തങ്ങൾ സഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് മനസ്സിലായില്ല? ഒന്ന് പ്രതികരിക്കും മനുഷ്യന്മാരെ. നാളല്ല മറ്റന്നാളാണ് ഈ മുഹറം 10. അന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പെടുക്കണം. നമ്മളുടെ മക്കളിൽ വകതിരിവായ മക്കൾ, ഒരു 7 വയസ്സൊക്കെ കഴിഞ്ഞ് നോമ്പ് നോൽക്കാൻ കഴിയുന്ന മക്കളെ കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നോമ്പെടുപ്പിക്കാൻ ശ്രമിക്കണം. സഹാബികൾ പറയാ, ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾ നോമ്പെടുപ്പിക്കും മുഹറം 10. എന്നിട്ട് അവർക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കളിപ്പാവ. അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള കളിപ്പാട്ടം ഉണ്ടാക്കി കൊടുക്കും. മിനൽ യഹ്നി, കമ്പിളി കൊണ്ട് പരുത്തി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും. പഞ്ഞി കൊണ്ടവരാഗ്രഹിക്കുന്ന രൂപങ്ങളിൽ കളിപ്പാവ ഉണ്ടാക്കി കൊടുക്കും. ഫഇദാ ബകാ അഹദുഹും അലത്ത്വാം, നോമ്പല്ലേ വിശന്നിട്ട് അവരാരെങ്കിലും കരയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ആ കളിപ്പാവയെ കുട്ടികൾക്ക് കൊടുത്ത് ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയമാക്കും. അപ്പോൾ എത്രത്തോളം ഈ ഒരു നോമ്പിന്റെ കാര്യത്തിൽ സഹാബിമാര് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് പഠിക്കാം. റഹ്മാനായ റബ്ബ് ആമീൻ പറയണേ. അന്ന് നോമ്പെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അന്ന് നോമ്പുകാരായി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പൊന്നും മക്കൾക്കും അള്ളാഹു അതിന് തൗഫീക്കും ആഫിയത്തും നൽകട്ടെ. ഇനി 2 വയസ്സും 3 വയസ്സും 4 വയസ്സുള്ള മക്കളെ കൊണ്ടൊന്നും നോമ്പ് പിടിപ്പിക്കരുതേ. അതിനല്ല ഈ പറയുന്നത്. 7 വയസ്സ് കഴിഞ്ഞു, 8, 9, 10 വയസ്സൊക്കെ ആയിട്ടുണ്ട്. നോമ്പെടുത്ത ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും. എന്നാലും സഹാബത്തിന്റെ ഒരു രീതിയാണ് മുഹറത്തിന്റെ ആ 10 നോമ്പ് പരമാവധി അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നത്. പല ഹദീസിലും ഇത് കാണാം. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവരോട് ഈ ദിവസം നോമ്പെടുക്കാൻ പറയണം. അവരെ പരമാവധി ഇൽമിന്റെയും ദിക്റിന്റെയും മജ്ലിസിൽ പങ്കെടുപ്പിക്കാനും ശ്രദ്ധിക്കണം. ആ ദിവസത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. വലിയ ബലാ മുസീബത്തുകൾ അള്ളാഹു തട്ടി നീക്കുന്ന ദിവസമല്ലേ അത്.
പ്രതിസന്ധികളുടെ പരിഹാരത്തിന്റെ ദിവസം, രോഗങ്ങളുടെ ശിഫാഇന്റെ ദിവസം, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്ന ദിവസം, പൊല്ലാപ്പുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കി തരുന്ന ദിവസം, ജയിലിൽ പെട്ടവരുണ്ടെങ്കിൽ മോചനത്തിന് ചോദിക്കാൻ പറ്റിയ ദിവസം, രോഗങ്ങളുള്ളവർക്ക് ശിഫാ ചോദിക്കാൻ പറ്റിയ ദിവസം, കടബാധ്യതയുള്ളവർക്ക് രക്ഷ ചോദിക്കാൻ പറ്റിയ ദിവസം, സുബ്ഹാനല്ലാഹ്, അനുഗ്രഹങ്ങൾ പേമാരി പോലെ റബ്ബ് പെയ്തിറക്കിയ ദിവസം. അന്ന് നോമ്പുകാരായി നല്ല മനസ്സോടെ നമുക്ക് റബ്ബിലേക്ക് സമർപ്പണങ്ങൾ നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ. അല്ലാഹു തൗഫീഖ് തരട്ടെ.